Hi everyone. So today's topic is about feminism. I know most of the people doesn't know about feminism. So അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതി. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി അധികം അറിയാത്തവരായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത്. നോട്ട് ഓൺലി മെൻ മാത്രമല്ല, വിമർശിക്കുന്ന സ്ത്രീകളും വിമർശിക്കുന്നവരുണ്ട്, നമ്മൾ കാണാറുണ്ടല്ലോ, കുറേ പിക്മി ടീംസ് കുറേ ഉണ്ട്. സോ എന്താണ് ഫെമിനിസം എന്നറിയാത്തവരാണ് കൂടുതലും അതിനെപ്പറ്റി പറയുന്നവർ, വിമർശിക്കുന്നവർ. അപ്പോൾ എന്താണ് ഫെമിനിസം എന്നുള്ളത്? ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ റൈറ്റ്സ് ഫോർ ഓൾ ജെൻഡർ ആണ്. എല്ലാവർക്കും ഒരേപോലത്തെ ഈക്വാലിറ്റി കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ മെനും വിമണും ഈക്വൽ ആണെന്നല്ല. അതായത് ഫിസിയോളജിക്കലി ദേ ആർ നോട്ട് ദ സെയിം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം കുറച്ചും കൂടി ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ളത് മെന്നിനാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബട്ട് അത് ബാലൻസ് ചെയ്യാനാണെങ്കിൽ വിമൻ ഇസ് മോർ ഇമോഷണലി കൂടുതൽ ഉള്ളത് വിമൻസിനാണ്, അല്ലേ? കൂടുതൽ ഇമോഷണൽ പവർ ഉള്ളത് വിമനാണ്. അപ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ മെന്നിന് അതുണ്ടെങ്കിൽ വിമണിന് ഇതുണ്ട്. സോ നമുക്ക് അങ്ങനെയാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഒരിക്കലും വിമൻ ആൻഡ് മെൻ ആർ നോട്ട് ദി സെയിം, ഫിസിയോളജിക്കലി സെയിം അല്ല, പല വ്യത്യാസങ്ങളുണ്ട്. സോ പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഈക്വാലിറ്റീനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ജനിച്ച് വളർന്നു വരുമ്പോൾ തന്നെ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ എന്ന ഒരു ഇതുണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന പരിഗണനകളുണ്ടല്ലോ, അതൊക്കെയാണ്. കാരണം ഒരു വീട്ടിൽ വളർന്നു വരുമ്പോൾ ഒരു സിസ്റ്റർ ആൻഡ് ബ്രദർ വളർന്നു വരുമ്പോൾ സിസ്റ്റർ ആ വീട്ടിലത്തെ പണികൾ ചെയ്യിപ്പിച്ചിട്ടാണ് അമ്മമാർ വളർത്തുക, അല്ലേ? എങ്കിൽ ആ ബ്രദറിനെ കൊണ്ട് അധികം പണികളൊന്നും ചെയ്യിപ്പിക്കില്ല, അധികം നല്ല പണികളെയും ചെയ്യിപ്പിക്കില്ല. അവൻ്റെ ഡ്രസ്സ് പോലും ചിലപ്പോൾ ഈ സിസ്റ്ററിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അമ്മയായിരിക്കും കഴുകുക. സോ അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ വളർന്നു വരുമ്പോൾ ആ സിസ്റ്ററിനെ ഒരു അടുക്കള ജോലിക്കാരിയായി പ്രാപ്തയാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആ ബ്രദറിനെ എന്താക്കുന്നു, അതായത് അച്ഛൻ എങ്ങനെ ജോലിക്ക് പോയി അല്ലെങ്കിൽ പണിക്ക് പോയിട്ട് വീട് നോക്കുന്നു, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രദറിനെ അവർ വളർത്തി വലുതാക്കുന്നത്. ആ ഒരു മൈൻഡാണ്. പക്ഷെ അങ്ങനെയാണോ ശരിക്കും വേണ്ടത്? ഇപ്പോൾ സിസ്റ്റർ എങ്ങനെ ആ പണികളൊക്കെ ചെയ്ത് പഠിക്കുന്നു, അതുപോലെ തന്നെ ആ ബ്രദറും ചെയ്ത് പഠിക്കണം, അല്ലേ? കാരണം അതൊരു സർവൈവിങ് ഫാക്ടറാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആസ് എ വിമൻ, ആസ് എ മെൻ, ദേ ഷുഡ് നോ ഹൗ ടു കുക്ക്, അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്രിയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു മെയിൽ ഡൊമിനേഷൻ നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അത് വുമൻസിനെ അടിച്ചേൽപ്പിച്ചിട്ട്, അതായത് അവർ അത്രയും അവർ പറയുന്നത് മാത്രം അനുസരിച്ചിട്ട്, അതായത് പുരുഷന്മാർ പറയുന്നത് മാത്രം അനുസരിച്ചിട്ട് ജീവിച്ചു വരുന്ന സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ കാലത്തുണ്ട്, അല്ലേ? അതൊരു വലിയ ഫാക്ടറാണ്. ആൻഡ് അതുപോലെ തന്നെ പുരുഷന്മാർക്കും സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ജോലിക്ക് പോകുന്ന കേസ്, ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ കുടുംബം നോക്കുന്നത് ഒരു ആണിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ഇറ്റ്സ് ഓൾസോ എ ഡ്യൂട്ടി, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഫോർ വിമൻ ഓൾസോ. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുടുംബം നോക്കുന്നുണ്ടെങ്കിൽ ഭാര്യ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. അത് ഭാര്യ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഫിനാൻഷ്യൽ കാര്യങ്ങളും കൂടി റെസ്പോൺസിബിൾ ആണ്. സോ രണ്ടുപേരും ഈക്വലി അത് നോക്കുകയാണെങ്കിൽ അത് ബാലൻസ് ആയിട്ട് നല്ല രീതിയിൽ പോകും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. എല്ലാം ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേജസ് കിട്ടുന്ന കാര്യങ്ങളായാലും, അല്ലെങ്കിൽ ഓരോ റൈറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രീഡം ആയാലും, അങ്ങനെ ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈക്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ഫെമിനിസ്റ്റ് ജയിച്ചു എന്നുള്ളതാണ്, അവിടെ ഫെമിനിസം ഉണ്ടായി എന്നാണ് പറയുക. അല്ലാതെ വിമണ്ണും മാത്രം ക്രെഡിറ്റ്സ് കിട്ടുമോ അല്ലെങ്കിൽ വിമണ്ണും മാത്രം അഡ്വാൻറ്റേജ് കിട്ടുന്ന കാര്യങ്ങളല്ല ഫെമിനിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ ഗുഡ് ഫോർ മെൻ ആൻഡ് ഓൾ ദി ജെൻഡർ. സോ അത് മനസ്സിലാക്കുക എല്ലാവരും. നമ്മുടെ നാട്ടിൽ വരാണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയിൽ ആവശ്യമുള്ളൊരു സംഭവമാണ്, ഇന്ത്യയിൽ ഒട്ടും ഇല്ലാത്തൊരു സംഭവമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ആണുങ്ങളാകുമ്പോൾ വിചാരിക്കുക നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ വീട്ടിൽ അമ്മമാരുണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, അതുപോലെ മക്കൾ വലുതായിട്ട് വരുന്നുണ്ട്. സോ അവർ പറഞ്ഞ് പഠിപ്പിക്കണം എന്താണ് ശരിക്കുള്ള ഫെമിനിസം എന്നുള്ളത്. അതുപോലെ അമ്മമാരും എന്ത് വിചാരിക്കണം, ഒരിക്കലും ഒരു ആൺകുട്ടീനെ ജോലിക്ക് വിടാൻ വേണ്ടി മാത്രമായിട്ട് അവരിത് വളർത്തുക. അവർക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. ഒരു ഫുള്ളായിട്ട് ഒരു വീടിൻ്റെ ബേർഡൻ ഫുള്ള് അവരെ ഏൽപ്പിക്കാതിരിക്കാൻ നോക്കുക. അത് വളർന്നു വരുന്ന പെൺകുട്ടികളെയും കൂടി ഏൽപ്പിക്കാൻ നോക്കുക. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കി രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഭാരം അത് ആണിനുണ്ടാവില്ല, പെണ്ണിനുണ്ടാവില്ല. അതുകൊണ്ട് അതൊക്കെയാണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് പീപ്പിൾ.
എന്താണ് ഫെമിനിസം എന്ന് വെച്ച് മനസ്സിലാക്കാൻ നോക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.